അങ്ങ് മദീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ മറുഭാഗത്ത് കിടക്കുന്ന ബസ്ര എന്ന് പറയുന്ന സുന്ദരമായ പണ്ഡിതന്മാർ നിറഞ്ഞിരുന്ന അള്ളാന്റെ ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞ സുന്ദരമായ ബസ്ര എന്ന് പറയുന്ന രാജ്യത്തിന്റെ നടുവിൽ അങ്ങാടി ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ നാട്ടിലേതെങ്കിലും സുന്ദരിമാര് പുറത്തിറങ്ങിയ അവരുടെ മാനം പിച്ച് ചീണ്ടി കൈയുടെ വെള്ളയിലിട്ട് അമ്മാനമാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനെ പേടിച്ച പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങാൻ കഴിയാതെ വീടിന്റെ അകത്തളത്തിൽ തളച്ചിടുമ്പോ അഥവാ വീടിന്റെ വെളിയിലേക്ക് വരികയാണെങ്കിൽ അച്ഛനുണ്ടോ പുറത്തുനിന്ന് ചോദിച്ച ചങ്ങാടികളെ കൂട്ടുകാർക്ക് വിളിച്ചന്വേഷിച്ചിട്ട് കൂട്ടുകാരന്മാരോട് ജോലിന്മാരോട് ആന്മമാരോട് അനിയന്മാരോട് ജ്യേഷ്ഠന്മാരോട് വാപ്പയോട് സഹോദരന്മാരോട് അങ്ങാടിയിലൊന്ന് പോയി നോക്കേ ഹസനെന്ന ചെറുപ്പക്കാരൻ അവിടെയുണ്ടോ? ഇങ്ങനെ ചിന്തിച്ച് പേടിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവില ഹസനെന്ന തമ്മാടി ഏറ്റവും വലിയ തമ്മാടിയായി സൂചിക്കുന്ന ഹസനുണ്ടല്ലോ. ആ ഹസനെന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം അങ്ങാടിയിൽ തന്റെ കൂട്ടുകാരുമായി കമന്റടിച്ചിരിക്കുമ്പോ, തന്റെ വീട്ടുകാരുമായി നടന്ന സല്ലാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോ, തന്റെ വീട്ടുകാരുമായി ശൃംഖരിച്ചു കൊണ്ടിരിക്കുമ്പോ, തന്റെ വീട്ടുകാരുമായി എല്ലാവിധ കോപ്പരാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ സുന്ദരിയായ ഒരു കുഞ്ഞുമോൾ അങ്ങാടിയിലേക്ക് വരികയാ. കുഞ്ഞുമോളുടെ പ്രത്യേകത എന്തെന്നറിയോ? വല്ലാതെ ഇസ്ലാമിക വേഷമണിഞ്ഞ എന്റെ സഹോദരി ഞാനും നീയും പോകുന്ന അങ്ങാടിയിലല്ല, അവരുടെ ലഗ്ഗിൻസല്ല, അവരുടെ ഒരു പാൻറ്റല്ല, അവരുടെ മുഹബത്തിന്റെ ഡ്രസ്സല്ല, അവളിടുന്നത് മേരിക്കൊണ്ടൊരു കുഞ്ഞാണല്ല, അവളിടുന്നത് സുന്ദരമായ പർദ്ദയാ. സുന്ദരമായ പർദ്ദയിട്ട് മുഖമോടിയിട്ട് ഹിജാബിട്ടിട്ട് കണ്ണിന്റെ ഭാഗമല്ലാതെ എല്ലാ ഭാഗങ്ങളും മറച്ച് സൗന്ദര്യത്തിന്റെ നിറകുളമായ